ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുതുക്കാൻ സംസ്ഥാനത്തൊട്ടാകെ വിപുലമായ അനുസ്മരണ പരിപാടികളാണ് ഇന്ന് സംഘടിപ്പിക്കുന്നത്. KPCC ആസ്ഥാനത്ത് സർവ്വമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടക്കും. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രത്യേക പ്രാർത്ഥനയും അനുസ്മരണ ചടങ്ങുകളും ഉണ്ടാകും. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ചടങ്ങിന്റെ ഭാഗമാകും. ഷിനോജ് ശ്രീ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിനോജ, ഗുഡ് മോർണിംഗ്. കുഞ്ഞുഞ്ഞില്ലാത്ത 3 വർഷമാണ് കടന്നുപോയത്. പുതുപ്പള്ളിക്കാർക്ക് പ്രത്യേകിച്ചും പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിലും പൊതുജനങ്ങളുടെ നേതൃത്വത്തിലുമൊക്കെ എന്തൊക്കെ പരിപാടികളാണ് ഇന്ന് നടക്കുക? മൊത്തം 2023 ജൂലൈ 18 പുലർച്ചെ 4:30 ഈ കാണുന്ന പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കബറിലേക്ക് തുടങ്ങിയ ആളുകളുടെ ഒഴുക്കാണ്. ആ ഒഴുക്ക് ഇന്ന് 3 വർഷമാകുമ്പോഴും ഒരു കുറവുമില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നിരവധി രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ തന്നെ കബറുമൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അവിടെയൊന്നും കാണാൻ കഴിയാത്ത തരത്തിൽ നിരവധി പേർ, അത് ഉമ്മൻചാണ്ടി അറിയാവുന്ന ആളുകൾ മാത്രമല്ല, ഉമ്മൻചാണ്ടി എന്ന് കേട്ടിട്ടില്ലാത്ത കൊച്ചു കുരുന്നുകൾ പോലെ ഉമ്മൻചാണ്ടി അപ്പാപ്പൻ ഇവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞ് വരുന്നതും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതും മെഴുകുതിരി കത്തിക്കുന്നതും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ വീണ്ടും ഒരു 3 വർഷം ആകുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനം കൂടി വരുന്ന സമയത്ത് വലിയ വിപുലമായ പരിപാടികൾ തന്നെയാണ് പുതുപ്പള്ളിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനുമായി ചേർന്ന് വലിയ തരത്തിലുള്ള ജനക്ഷേമ പദ്ധതികളുടെ ഒക്കെ തന്നെ വിതരണവും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. രാവിലെ ഇപ്പോൾ നിലവിൽ പുതുപ്പള്ളി സെൻറ്റ് ജോർജ് വലിയ ഓർത്തഡോക്സ് ദേവാലയത്തിൽ പ്രാർത്ഥന നടക്കുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ കല്ലറയിലൊരു ധൂപപ്രാർത്ഥനയുണ്ട്. തുടർന്നാണ് അനുസ്മരണ യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. അനുസ്മരണ യോഗം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. അവിടെ വെച്ച് നിരവധി ജനക്ഷേമ പദ്ധതികളുടെയൊക്കെ തന്നെ വിതരണമുണ്ട്. പ്രത്യേകിച്ച് ഈ 5 വീടില്ലാത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 5 കുടുംബങ്ങൾക്ക് 4 സെൻറ്റ് ഭൂമി വെച്ച് നൽകുന്നുണ്ട്. 3 കുടുംബങ്ങൾക്ക് വീട്, അതിൻ്റെ താക്കോൽ ദാനമുണ്ട്. 1200 കുട്ടികൾക്ക് ഉമ്മൻചാണ്ടി സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. പുതുപ്പള്ളിയിലാകെ 114 സ്കൂളുകളാണുള്ളത്. 114 സ്കൂളുകളുടെയും എല്ലാ സ്കൂളുകൾക്കും സ്പോർട്സ് കിറ്റ്, പ്രത്യേകിച്ച് ക്രിക്കറ്റ്, ഫുട്ബോൾ, അതുമായി ബന്ധപ്പെട്ട ഒക്കെ തന്നെ സ്പോർട്സ് കിറ്റിൻ്റെ വിതരണം ഉൾപ്പെടെ നടക്കുന്നുണ്ട്. എന്നാലും രാവിലെ 7 മണി കഴിയുന്ന സമയമാണ്. നിരവധി പേർ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമൊക്കെ തന്നെ ഈ കല്ലറയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പം പത്തനാപുരം MLA ജ്യോതികുമാർ ചാമക്കാല കൂടി ചേരുന്നുണ്ട്. സാറില്ലാത്ത 3 വർഷമാണ്. തീർച്ചയായിട്ടും ഞാൻ സാറില്ലാത്ത 3ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല എന്ന് വേണം പറയാൻ. എല്ലാവരെയും സംബന്ധിച്ച്, പൊതുപ്രവർത്തകരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കോൺഗ്രസിൽ സജീവമായി നിൽക്കുന്നവരെ സംബന്ധിച്ച് എല്ലാ ദിവസവും നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏത് നിമിഷവും നമ്മൾ ഓർക്കുകയും പരസ്പരം സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വേർപിരിയൽ അതെപ്പോഴും നമ്മുടെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. പൊതുപ്രവർത്തകരെ എല്ലാവരെയും, പ്രത്യേകിച്ച് സജീവമായി അദ്ദേഹവുമായി ചേർത്ത് നിന്നിട്ടുള്ളവരെ, അദ്ദേഹവുമായി അടുപ്പമുള്ളവരെ, പരിചയമുള്ളവരെ, ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവർ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമായിരുന്നു. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളെയൊക്കെ ഗുരുതുല്യം പലപ്പോഴും ഉപദേശിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്ത് ഞങ്ങളെ മുന്നോട്ട് നയിച്ചിരുന്ന ഞങ്ങളുടെ മാർഗ്ഗദീപം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹമില്ലാത്ത 3ാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വലിയൊരു ജനസഞ്ചയം ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. കല്ലറ എഴുതി വെച്ചിരിക്കുന്നത് ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു എന്നാണ്. അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചവർ ജനകീയ കോടതികളിലൊക്കെ തന്നെ പരാജയപ്പെടുന്ന അത്തരം ആരോപണ പ്രത്യാരോപണങ്ങൾക്കുള്ള ഒരു ദിവസമായി ഞാനിതിനെ കാണുന്നില്ല. അദ്ദേഹം സത്യമായും നീതിമാനായിരുന്നു. എവിടുന്നാ? ഞാൻ ഇവിടുത്തെ ട്രസ്റ്റിയാണ്, പള്ളിയിലെ ട്രസ്റ്റിയാണ്. അപ്പം അതിൻ്റെ അറേഞ്ച്മെൻറ്റിന് വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഉടനെ തന്നെ ഇവിടുന്ന് ഒരു റാസ ഉണ്ട്, ഞങ്ങളുടെ മർത്തസ്മനിയമ്മയുടെയും കുറേയൊക്കെ സഹോദരൻ്റെയും. അതുകൊണ്ടാണ് വാഹനങ്ങളെല്ലാം ഒന്ന് മാറ്റി അറേഞ്ച് ചെയ്തത്. എവിടുന്നാ? ഞാൻ ഇവിടെ കോട്ടയം തന്നെയാണ്. ഞാൻ KSU പ്രവർത്തകനായ കാലഘട്ടം മുതൽ സാറുമായിട്ട് പരിചയമാണ്. എന്നെ പഠിപ്പിച്ചത് KSU വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തതെല്ലാം സാറാണ്. ഉമ്മൻചാണ്ടി MLA ആയിരുന്ന കാലത്ത്, മന്ത്രിയായിരുന്ന സമയത്തും മുഖ്യമന്ത്രിയായിരുന്ന സമയത്തൊക്കെ തന്നെ ഉമ്മൻചാണ്ടിയുടെ നിഴലായി കൂടെ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഗൺമാൻ ശ്രീകുമാരേട്ടൻ കൂടി 3 വർഷമാണ്. അതെ, 3 വർഷമായി. ഓർമ്മകളേ ഉള്ളൂ. ഇപ്പം ശരിക്കും ഓർക്കാനല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് സാറിൻ്റെ കൂടെയുള്ള ആ നല്ല ഓർമ്മകളും സാറിൻ്റെ പഠിക്കുക നല്ല കാര്യങ്ങളും ഒക്കെ ഓർത്തിങ്ങനെ കഴിയുക എന്നുള്ളതാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിപ്പം എല്ലാവരും ഒരു ദുരാഖ്യം വിളിക്കുന്നുണ്ടോ? ഇല്ല, മരിച്ചിട്ടില്ല.
നമുക്കത് തന്നെ, നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സിൽ എപ്പോഴും അത് തന്നെയാണ് ചിന്ത. പിന്നെ ഇവിടെ വന്ന് ഇതിലേക്ക് വരുമ്പോഴല്ല, ആഴ്ചയിൽ ഒന്നേലും ഇവിടെ വരും, കല്ലറ വന്നിട്ട് പോകാറുണ്ട്. ഈ സംസ്ഥാനത്തിന് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ എന്താ തോന്നുന്നു? കാണുമ്പം വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അതിനകത്ത് ചിലർ നമ്മളെ കാണുമ്പോൾ അവർ നമ്മളെ പറയാറുണ്ട്, സാർ എനിക്ക് ചെയ്തു തന്ന ഇന്ന കാര്യങ്ങൾ ഇതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് സാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുത്തു എന്നുള്ളത്. കഴിഞ്ഞ 2 ആഴ്ച ഇവിടെ നിൽക്കുമ്പം ഇതുപോലെ തിരുവല്ലയിൽ നിന്ന് ഒരു കൂട്ടർ വന്നിട്ട് എൻ്റെ അടുക്ക വന്ന് ഇങ്ങനെ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണോ ചെന്ന് അതേന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കെന്തോ സാർ സഹായിച്ച കഥയൊക്കെ അവർ നമ്മളോട് ഇങ്ങോട്ട് പറയുക. അങ്ങനെയുള്ള മുഴുവൻ ആൾക്കാരും ഈ കല്ലറയിൽ ഇപ്പോൾ എന്നും വന്നുകൊണ്ടിരിക്കുന്നു, ഒരുപാട് പ്രാവശ്യം വന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി അത് തന്നെയാണ്. സാറുള്ള സമയത്ത് മകളുടെ കല്യാണം കഴിഞ്ഞു, സാറിൻ്റെ സഹായം കൊണ്ട് മരുന്ന് വാങ്ങി, ആരോഗ്യ പ്രശ്നങ്ങൾ മാറി. അങ്ങനെ ഇവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് പുതുപ്പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് കഥകൾ, ഉമ്മൻചാണ്ടി കഥകൾ. അത് പുറത്താർക്കും അറിയത്തില്ല. ആ കുടുംബവും ഉമ്മൻചാണ്ടി നേരിട്ടുള്ളൊരു സമ്പർക്കമാണ്. ആ സമ്പർക്കം മരിച്ചതിന് ശേഷവും 3 വർഷങ്ങൾക്കിപ്പുറവും പുതുപ്പള്ളിയിലെ ഈ കല്ലറയിൽ ഇങ്ങനെ തുടരുകയാണ്. നിരവധി കോൺഗ്രസിൻ്റെ ഒക്കെ തന്നെ പ്രവർത്തകർ, നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ചാണ്ടി ഉമ്മൻ MLA ഇവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ നിരവധി പേർ ഇത്തരത്തിൽ ഇവിടേക്ക് എത്തുകയും പ്രാർത്ഥനകൾക്കായി ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും ആദ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കല്ലറയിൽ ഒരു പ്രാർത്ഥന ഉണ്ടാകും. അതിനുശേഷം അനുസ്മരണ യോഗം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ ഉച്ച കഴിഞ്ഞ് ഇവിടേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വിപുലമായ പരിപാടികൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ 10 വർഷം അധികാരത്തിന് ശേഷം അധികാരം കിട്ടാതില്ലായിരുന്ന UDF കേരളത്തിലേക്ക് അധികാരത്തിലെത്തുന്നു. അതിനുശേഷം നടക്കുന്ന ഒരു അനുസ്മരണ യോഗം കൂടിയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉമ്മൻചാണ്ടി ഒരു വലിയ ഫാക്ടറായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ വലിയ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത് പുതുപ്പള്ളിയിലുണ്ടായിരുന്നു, പല മണ്ഡലങ്ങളിലുമൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മന്ത്രി PC വിഷ്ണുനാഥ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഷാഫി പറമ്പിൽ MP ഉണ്ട്. അങ്ങനെ കോൺഗ്രസിൻ്റെ യുവനിര ഈ പുതുപ്പള്ളിയിലേക്ക് ഇപ്പോൾ എത്തുകയാണ്. പള്ളിക്കകത്ത് നിരവധി കോൺഗ്രസിൻ്റെ പ്രവർത്തകർ നമുക്കുണ്ട്. അങ്ങനെ ഇപ്പോൾ കല്ലറയിൽ ഈ PC വിഷ്ണുനാഥും ചാണ്ടി ഉമ്മനും ഷാഫി പറമ്പിലും 3-ാം വർഷം വേർപാടിന്റെ 3-ാം വർഷം വിവിധ പരിപാടികളോടെ ആചരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. മുതിർന്ന നേതാക്കളും യുവ നേതാക്കളും അടക്കം നിരവധി പേർ പള്ളിയിലേക്ക്, കല്ലറയിലേക്ക് എത്തുന്നു. പുഷ്പാർച്ചന നടത്തുകയും മറ്റും ചെയ്യുന്നുണ്ട്. വിവിധ പരിപാടികൾ, പദ്ധതികളാണ് ഇതിനോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ഉച്ചയോടുകൂടി മുഖ്യമന്ത്രി അടക്കം പുതുപ്പള്ളിയിലേക്ക് എത്തും. വിവരങ്ങൾ നൽകിയത് ഷിനോജ് എസ്റ്റിയാണ്. PC വിഷ്ണുനാഥ്, ജ്യോതികുമാർ ചാമക്കല, ഷാഫി പറമ്പിൽ തുടങ്ങിയവരൊക്കെ ചിത്രത്തിന് മുന്നിൽ നമസ്കരിക്കുന്നു. പള്ളിയിലെത്തി. നിരവധി പേർ പള്ളിക്കകത്തും പുറത്തുമായി രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ ഷിനോജ് പറഞ്ഞതുപോലെ സഹായം ലഭ്യമായ മനുഷ്യർ, സ്നേഹം ലഭ്യമായ മനുഷ്യർ, അങ്ങനെ മാറ്റി പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. സഹായത്തിനും അപ്പുറം ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ്റെ സ്നേഹം കിട്ടിയ മനുഷ്യർ നിരവധി പേരുണ്ട്. ഒരു പുഞ്ചിരി കൈമാറിയാൽ പോലും അത് സ്നേഹത്തിൻ്റെ അടയാളമായി മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന രീതിയിലാണ് എങ്കിൽ അത് മനുഷ്യൻ മറക്കില്ല. ആ പുഞ്ചിരി ഓർമ്മയിലിരിക്കുന്ന മനുഷ്യരെല്ലാം എത്തിയിട്ടുണ്ട് എന്നതാണ് ഇന്നത്തെ പ്രത്യേകത. ഈ 3-ാം വർഷത്തിലും അസാന്നിധ്യത്തിലും അയാളെ സ്മരിക്കുക, ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല.